രാവിലെ ഉറക്കം വന്നപ്പോഴത്തേക്ക് അടുക്കളത് നല്ല ചൂട് ദോശയും ചമ്മന്തിയും ചായയൊക്കെ റെഡിയായിരുന്നു. അപ്പോൾ എന്തായാലും ഓരോ ഗ്ലാസ് ചായയൊക്കെ എടുത്ത് പതുക്കെ നമ്മുടെ ഫാം ഹൗസ് ഒക്കെ ഒന്ന് കണ്ടേക്കാൻ ഓർത്തു. കാരണം ഇങ്ങോട്ട് വന്നത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഈ സംഭവത്തിന്റെ പുറമൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ രാവിലെ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഫാം ഹൗസിന്റെ പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ദേ കിടക്കുന്നത് നമ്മുടെ പറമ്പിന്റെ സൈഡിൽ തന്നെ ക്യാമ്പിംഗ് സൈറ്റ്. അതായത് ഈ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആൾ തന്നെയാണ് ഈ ക്യാമ്പ് സൈറ്റും കൂടെ നടത്തുന്നത്. സംഭവം കൊള്ളാൻ തോന്നി. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടെൻ്റ് അടിക്കേണ്ടവിടെ ടെൻ്റ് അടിക്കാം. അപ്പോൾ അതൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നമ്മുടെ ഫാം ഹൗസിൻ്റെ നേരെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ പശുവായിരുന്നു കംപ്ലീറ്റ്. പശുവിനെ ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുകയായിരുന്നു. ഇതിനപ്പുറത്ത് വല്ല ഡയറി ഫാമോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും അതിന് ഓപ്പോസിറ്റുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസം ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ജാക്കറ്റൊക്കെ ഇടാതെ പുറത്തിറങ്ങി നിൽക്കാം. അപ്പോൾ എല്ലാവരും ചായയൊക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങി. ഇന്നലെ രാത്രി ആരും ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഈ ഫാം ഹൗസിൻ്റെ ഒരു മൂല, ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഡോറ് മാത്രം ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റായിട്ട് അവർ കൊടുത്തിരിക്കുകയാണ്. ബാക്കി അതിൻ്റെ പോർഷൻ മൊത്തമാണ് നമുക്ക് 7 ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റായിട്ട് തന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ഫ്ലാറ്റിനകമൊക്കെ. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ അത്യാവശ്യം റെഡിയായി. രാവിലത്തെ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വണ്ടിയെ കയറുവാണ്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്ഡയിലുള്ള വാസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു ലേക്കിൻ്റെ അടുത്തോട്ടാണ് ഞങ്ങൾ പോയത്. ഇതിനു മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ ഇതിനു മുമ്പ് കിടപ്പുണ്ട്. അപ്പം ഇവരാരും അവിടെ പോകാത്തതുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അപ്പം പിള്ളേരൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല. അവർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പാർക്കിങ്ങിൻ്റെ സ്പേസേ ഇല്ലായിരുന്നു. അതുപോലെ തിരക്കായിരുന്നു നമ്മുടെ ഈ വാസ്റ്റ് വാട്ടർ ലേക്കിൻ്റെ സൈഡിൽ വരുമ്പോൾ. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു ഏരിയ കാണാൻ. അത് നമ്മൾ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും വാസ്റ്റ് വാട്ടറിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെതറൊക്കെ നല്ലതായതുകൊണ്ടും അത്യാവശ്യം സണ്ണൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ടും ഡ്രോണിനെ അങ്ങോട്ട് അഴിച്ചു വിട്ട്. കാരണം നമ്മുടെ കണ്ണെത്താത്ത പല കാഴ്ചകളും ഡ്രോണിനെ അങ്ങ് വിടുവാണെങ്കിൽ പുള്ളിക്കാരൻ ഒപ്പിയെടുത്തുകൊണ്ടിങ്ങി വരും. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ വാസ്റ്റ് വാട്ടറിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ. അത് നമുക്ക് വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത്ര രസമാണ്. അത് ഈ പറയുന്ന ലേക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആരും മിസ്സാക്കരുത് എന്ന് ഞാൻ എപ്പോഴും അഭിപ്രായപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത്ര രസമുള്ള സ്ഥലമാണ് ഈ വാസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. സംഭവം ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു. അവിടെ എല്ലാ സൈഡിലും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയാണ്. അതായത് സാധാരണ ഇറങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ അവിടെയല്ല ഞാൻ നിന്നത്. ഇച്ചിരി മുന്നോട്ട് മാറിയാണ്. കാരണം നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും നമുക്ക് ഇത്രയും പേരൊക്കെ ഇറങ്ങാനും ഒക്കെ ഉള്ളൊരു സ്ഥലം കിട്ടണമല്ലോ. അവിടെ എല്ലാവരും കയാക്കിങ്ങിനുള്ള ബോട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഒത്തിരി പേര് വന്നിരുന്നത്. എനിവേ ഞങ്ങൾ അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റും ഈ ഒരു ലേക്കിനെ ചുറ്റിക്കിടക്കുന്ന മലനിരകളും ഒക്കെ അത്ര ബ്യൂട്ടിഫുള്ളാണ്. അത് നമ്മളൊന്ന് പോയി കാണുവാണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീഡിയോയിൽ കൂടെയൊക്കെ എത്രമാത്രം അത് മനസ്സിലാവുമെന്ന് നമുക്കറിയത്തില്ല. എനിവേ ഞങ്ങൾ അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു. കാരണം വന്നവർക്കാർക്ക് അവിടെ നിന്ന് പോകണമെന്നില്ലായിരുന്നു. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോ എടുപ്പായിരുന്നു. വട്ടം നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ വെള്ളം കണ്ടപ്പോൾ പിള്ളേരെല്ലാം വെള്ളത്തിലിറങ്ങി. ആദ്യത്തെ കുറേ സ്ഥലത്ത് നമുക്ക് കാണാം. അപ്പം ഡീപ്പല്ല എന്നുള്ളതുകൊണ്ട് പിള്ളേരൊക്കെ വെള്ളത്തിലിറങ്ങി കളിച്ചു. അതുപോലെ തന്നെ ഒത്തിരി പേര് അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നോക്കി നിന്ന് കുറേ നേരം സമയം കളഞ്ഞു. പിന്നെ ആരെങ്കിലും ലേക്ക് ഡിസ്ട്രിക്റ്റിന് വരുവാണെങ്കിൽ ഞാനിത് പ്രധാനമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വാസ്റ്റ് വാട്ടർ എന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമാകുമെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും റേഞ്ചിൻ്റെ കുറേ ഇഷ്യൂ ഉണ്ട്. പല സിമ്മുകൾക്കും ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിലെ പോസ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്, ദ സോ മിൽ എന്ന് പറയുന്നത്. അതായത് ഈ വാസ്റ്റ് വാട്ടർ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ദ സോ മിൽ എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഞാൻ എല്ലാ തവണ വരുമ്പോഴും ഇവിടെ കയറുന്നതാണ്. ഈ സോമിലിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും സോമിലിനകത്ത് കയറി. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു തോടിൻ്റെ മേളിൽ കൂടെയാണ് ഈ ഹോട്ടൽ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തറ കെട്ടിയപ്പം അടിയിൽ കൂടെ ആ ഒരു തോട് ഒഴുകാനുള്ള സ്പേസ് ഇട്ടതിന് ശേഷമാണ് ഇവരതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്ക് വശം കണ്ടോ, ഹോട്ടലിൻ്റെ പുറത്തായിട്ട് നമ്മളിത് കണ്ടില്ലേ, തടി വെച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചർക്കയൊക്കെ പോലെ പണ്ട് നമ്മുടെ നാട്ടിലെ കണ്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ആ ഒരു ചക്രം ഇവരവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കാനും അടിയിലൊരു രീതിയിലും ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ആ ഒരു കഫേ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിയുമ്പം. ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഇംഗ്ലീഷുകാർ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേര് ദ സോ മിൽ എന്ന് പറഞ്ഞാൽ സ്ഥലം വാസ്ഡയിലാണ്.
ഇതിലെ പോകുന്നവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്ലേസ് തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ ഈ ഹോട്ടലിനകത്ത് അവർ പിള്ളേരെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹോട്ടലിൻ്റെ അകംവശത്തേക്കാളും ബ്യൂട്ടിഫുൾ ആണ് പുറം വശം എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തൂടെ ഒരു ലേക്ക് ഒഴുകി പോകുന്ന കാണാം. അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തിട്ടുണ്ട്. ഒരു ബാൽക്കണി ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡനിലും ടേബിൾ ഇട്ടിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേ റെസ്റ്റോറൻ്റ് ആണ് ദ സോമിൽ. അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഹാർനോട്ട് പാസിലേക്കാണ്. ഹാർനോട്ട് പാസ് കയറുമ്പോൾ തന്നെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഹെവി വെഹിക്കിളിനൊന്നും കയറാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള റോഡുകളാണ്, നല്ല ഡ്രൈവർമാർ മാത്രം വണ്ടി ഓടിക്കുക, വിൻ്റർ കണ്ടീഷനിലൊന്നും ഇതിലേ വരരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കും ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഹാർനോട്ട് പാസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ടൈം പോകുന്നവർ ആരും തന്നെ മറക്കത്തില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ പിൻ വളവുകൾ നിറഞ്ഞ ഒരു അടിപൊളി റോഡാണ് ഹാർനോട്ട് പാസ് എന്നുള്ളത്. അപ്പോൾ ഹാർനോട്ട് പാസിൻ്റെ കംപ്ലീറ്റ് റോഡും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഹാർനോട്ട് പാസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫുൾ റോഡും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കാൻ ഈ തവണ പോയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആ റോഡൊന്നും എടുത്തില്ല. ഞങ്ങളതിൻ്റെ മേളിൽ പോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ലഞ്ചൊക്കെ അവിടെ സൈഡിൽ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ആ മലയുടെ മേളിൽ കയറി നിന്ന് കംപ്ലീറ്റ് വ്യൂവും കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് വന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്ര ബ്യൂട്ടിഫുള്ളാണ് അവിടെ വന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാൽ. അത് നമ്മൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മൈലുകൾ അപ്പുറം നമുക്ക് കാണാം. ഹരിതാപവും പച്ചപ്പും ഒക്കെ പുതച്ച് കിടക്കുന്ന മലനിരകൾ നമുക്ക് മൈലുകൾ അപ്പുറത്തേക്ക് കാണാൻ സാധിക്കും. അപ്പം ആദ്യമായിട്ട് വന്നവരൊക്കെ അവിടെ തുള്ളിച്ചാടലും ഡാൻസ് കളിയും ഒക്കെ ആയിരുന്നു. പിന്നെ വെതർ അത്യാവശ്യം കാറ്റുണ്ട് മേളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക്. അപ്പം ഇതിന് മേളിലേക്ക് ഞാൻ പലതവണ വന്നപ്പോഴും നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുകയാണ്, പറ്റുവാണെങ്കിൽ ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരിക. കാരണം പെണ്ണുങ്ങളൊക്കെ കുറച്ച് നേരം എന്നുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓടി വണ്ടിയെ കയറി. കാരണം ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ മേലാത്തത്രയും കാറ്റാണ് അവിടെ വരുമ്പോഴത്തേക്കുള്ളത്. എൻ്റെ ഡ്രോണിനെ എവിടെ നിന്ന് ഇറക്കാൻ നോക്കിയപ്പം ഡ്രോൺ ചന്നം പിന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ വരെ പറത്തിക്കൊണ്ട് പോകണ കാറ്റാണുള്ളത്. എന്നെ പറപ്പിക്കില്ലേ, കൺട്രോൾ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രോണിനെ അവിടെ ഇറക്കിയില്ല. പക്ഷേ അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ നേരം എന്നാണ്, ഒത്തിരി നേരം ഞങ്ങൾ എല്ലാവരും അവിടെ സ്പെൻഡ് ചെയ്തു. എസ്പെഷ്യലി അവിടുത്തെ ആ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല അവിടെ സമയം പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു മല കയറി, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മലയുണ്ട്. നമ്മൾ കയറി നിൽക്കുന്ന മലയേക്കാളും മേളിലോട്ടാണ്. അപ്പം അത് ഞാൻ നോക്കുമ്പം കുറേ പേര് ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ചേട്ടൻ്റെ ഇപ്പം സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇതിന് മുമ്പ് കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരുടെയൊക്കെ പ്രധാന വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മലകളുടെ മേളിൽ കയറിയിട്ട് വ്യൂ കാണുക എന്നുള്ളതാണ്. ഇനിയൊരു മലയും കൂടെ കയറാനുള്ള ആംബിയർ ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്നിടത്ത് നിന്ന് തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അത്രയും വലിയൊരു മല കയറാനുള്ള ഒരു കപ്പാക്കുറ്റി ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. ആ കാറ്റിൽ അവിടെ നിൽക്കാന്ന് തന്നെ നമ്മളെ കൊണ്ട് പിടിച്ചാൽ പറ്റാത്ത കാര്യമായിരുന്നു. എനിവേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ പിള്ളേരൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പതുക്കെ ആ ചുരം വന്ന വഴിക്ക് തിരിച്ചു പോകാതെ വീണ്ടും അതിനപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി. അതും നല്ല രസമാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ഡ്രൈവിങ് അടിപൊളിയാണ്. നമുക്കത് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, ഹാർനോട്ട് പാസിലും വണ്ടി ഓടിക്കാൻ വരുന്നവർ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ വരിക. പിന്നെ നല്ല കണ്ടീഷനുള്ള വണ്ടിയായിട്ട് വരിക. വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് റിക്കവറിയൊക്കെ വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. പിന്നെ വഴി ബ്ലോക്കായി പോകും. അതൊക്കെ എല്ലാവരും ഓർത്തോളുക. അത്യാവശ്യം നല്ല വണ്ടിയും അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും ഉണ്ടെങ്കിൽ ഇടം വലം നോക്കേണ്ട കിടിലം പ്ലേസാണ് ഹാർനോട്ട് പാസ് എന്നുള്ളത്. ഹാർനോട്ട് പാസ് കയറി ഇറങ്ങിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു. കാരണം ഒത്തിരി രാത്രി വരെ കറങ്ങുന്നില്ല, പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഫാം ഹൗസിൽ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞിരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടി ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോകുന്നു. വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കൂടെ ഉള്ള കുക്കിംഗ് ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. തമാശകളും കളിയാക്കലുകളും ഒക്കെ നിറഞ്ഞ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയ ഫാം ഹൗസിൽ നമുക്ക് വേണ്ട അത്യാവശ്യ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കുറേ അധികം പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പല വണ്ടിയെ വന്നുകൊണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. പിന്നെ നമുക്ക് വേണ്ട എന്നാ പറയുന്നത്, ഒരു വിധത്തിൽപ്പെട്ട കുറേ സാധനങ്ങൾ ആ ഒരു ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുക്കിംഗ് ആയിരുന്നു. ആണുങ്ങളെല്ലാവരും കൂടെ കൂടിയായിരുന്നു ഇന്ന് വൈകുന്നേരത്തെ കുക്കിംഗ്. ആ സമയത്ത് ബാക്കിയുള്ളവർ അവിടെ പിള്ളേരെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇന്നത്തേക്കുള്ള ഫുഡും നാളെ ഉച്ചക്കത്തേക്കുള്ള ഒരു കറിയും കൂടെയാണ് ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ വേറൊരു സൈഡിൽ ഇന്ന് വൈകിട്ട് ചെയ്യാനുള്ള ബാർബിക്യൂവിനുള്ള മസാലയൊക്കെ പുരട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോയ്സിൻ്റെ കുക്കിംഗ് തകൃതിയായിട്ട് നടന്നു. അതുകൊണ്ട് ഗേൾസിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. വല്ലപ്പോഴും മാത്രം പണിയെടുക്കുന്ന ഞങ്ങളൊക്കെ ഇത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് കണ്ട് ബാക്കി പെണ്ണുങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ അവരും ഞങ്ങളുടെ കൂടെ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം കടന്നു പോയത്. ഒരുപാട് നാൾ കൂടിയാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചൊന്ന് കൂടുന്നതും ഒന്നിച്ച് തമാശകളൊക്കെ പറഞ്ഞ് നേരം പോകുന്നതൊക്കെ. അങ്ങനെ ഞങ്ങളുടെ മസാല പുരട്ടെല്ലാം കഴിഞ്ഞ് ഒരു സൈഡിൽ ബാർബിക്യൂ പരിപാടി ഞങ്ങളുടെ മൈക്കിളണ്ണൻ ആരംഭിച്ചിട്ടുണ്ട്.
കറിയൊക്കെ ആയി വരാൻ വേണ്ടി കുറേ കൂടെ നേരം എടുക്കും. അപ്പോൾ ബാർബിക്യൂ ആദ്യം തന്നെ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവരൊക്കെ വിശപ്പൊക്കെ അടക്കി സമാധാനമായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള സോസേജും ബർഗറിൻ്റെ സാധനങ്ങളും ഒക്കെയാണ് ആദ്യം നമ്മുടെ അണ്ണൻ അവിടെ മേക്ക് ചെയ്ത്. ബാർബിക്യൂ സാധനങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ടേബിളിൽ ആദ്യം പിള്ളേരെ അങ്ങ് വട്ടത്തിലിരുത്തി അവർക്കുള്ള ഫുഡ് എല്ലാവരും കൂടെ കൊടുത്തു. കാരണം പിള്ളേർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മുടെ സമാധാനമായി, നമുക്ക് പകുതി ഫ്രീ ആകാൻ പറ്റും. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആബേലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പം അവൻ്റെ അമ്മ ജൂബി ഓൾറെഡി സ്വന്തമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് പിള്ളേരെ എല്ലാം കൂടെ നിരത്തി നിർത്തി ഞങ്ങൾ ആബേലിനെ കൊണ്ട് അവിടെ കേക്കൊക്കെ കട്ട് ചെയ്യിച്ചു. പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടി വിയിൽ പാട്ടൊക്കെ ഇട്ട് അവരെ കുറേ നേരം ഡാൻസൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് ലോകാര്യങ്ങളും ഇല്ലാത്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കി ഞങ്ങളുടെ നേരം പോയത് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാവർക്കും ദിവസം തീർന്നു പോകരുതെന്നുള്ളായിരുന്നു. കാരണം നാളെ രാവിലെ ഞങ്ങൾക്ക് ഈ ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. അപ്പം നാളത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോയോട് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.